നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തദ്ദേശ പോരിന്റെ ആദ്യഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട്. പൊതുജനങ്ങൾ ആ വിഷയങ്ങൾക്കൊക്കെയുള്ള ഉത്തരം, മറുപടി ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ് വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ വരുന്നു, വോട്ട് രേഖപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിരന്നു നിൽക്കുന്ന കാഴ്ചകളാണ് രാവിലെ മുതൽ കാണുന്നത്. ഈ ഒരു സമയത്ത് പല മാധ്യമങ്ങളും ഈ സ്ഥാനാർത്ഥികളോടും പ്രമുഖരായിട്ടുള്ള പല ആളുകളോടും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നാമത്തത്. രണ്ട്, ദിലീപ് കേസിൽ കോടതി വിധി, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ദിലീപ് യഥാർത്ഥത്തിൽ ഈ വിധിക്ക് അർഹനാണോ എന്നുള്ള ചോദ്യം. ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇതിനിടയിൽ പലപ്പോഴും മാധ്യമങ്ങൾ പോലും ശബരിമല വിഷയം മറന്നോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നേതാക്കന്മാരെടുക്കുന്ന നിലപാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഓരോ പാർട്ടികളെയും? മേഘ, ഞാനൊരു 80s കിഡാണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ജീപ്പുകളിലൊക്കെ കോളംബിയിലൂടെ ഓരോ പാർട്ടികളുടെയും ഇനി നടത്താനുള്ള കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടികൾ ചെയ്തിട്ടുള്ള അഴിമതിയെക്കുറിച്ചും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഞാൻ സ്വാഭാവികമായിട്ടും കണ്ടത്. അന്ന് നമുക്ക് TV ചാനൽ അറിയാലോ, ദൂരദർശൻ മാത്രമാണ്. പക്ഷെ ദൂരദർശനിൽ പൊതുവെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ വാർത്തയായിട്ട് പറയത്തുള്ളൂ. അല്ലാതെ ഇൻസൈഡഡ് ആയിട്ടുള്ള കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല. അരമണിക്കൂർ വാർത്തയല്ല ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ പറ്റിയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രചരണങ്ങളും ഒക്കെ കേൾക്കുന്ന ഈ കോളംബിയിലൂടെയും ഇവരുടെ ഈ നോട്ടീസിലൂടെയൊക്കെയുള്ള ഇതാണ്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളോ അങ്ങനെയൊന്നും അല്ല. ഈ പറയുന്ന ഇന്ന പാർട്ടി ഇങ്ങനെ അഴിമതി കാണിച്ചു, അതുകൊണ്ട് ഇന്ന ആളിനെ വിജയിപ്പിക്കണം, നമ്മുടെ പൊന്നോമനയായ ഇന്ന ആളിനെ വിജയിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധാരണ തെരഞ്ഞെടുപ്പ്. പിന്നെ കുറച്ചുകൂടി ഞാൻ ഈ പറയുന്ന നമ്മൾ കോളേജ് സമയമൊക്കെ എത്തിയപ്പോഴേക്കും കുറച്ചുകൂടി വിപുലമായി ഏഷ്യാനെറ്റ് ഒക്കെ വന്നതിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് കുറച്ചുകൂടി നമ്മൾ TV ചാനലിലൂടെ കാണാൻ പറ്റി. അതും ഈ പറയുന്ന പോലെ പ്രചാരണം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പ്രചാരണം പഴയതുപോലെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്നൊക്കെ ചെയ്യും, ഇന്ന നാട്ടിൽ റോഡ് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ വായനശാല കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊണ്ട് സ്കൂളിനെ ഞങ്ങൾ മെച്ചപ്പെടുത്തും, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. അന്ന് വെച്ചാൽ ഓരോ നാട്ടിലേക്കും, അതായത് ഓരോ വാർഡുകളിലേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ വാർഡിന്റെ വിപുലീകരണം അല്ലെങ്കിൽ വാർഡിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ള ഒരു പ്രചാരണമാണ് സ്വാഭാവികമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. നഗരങ്ങളിലാണെങ്കിൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വാർഡിലേക്ക് എങ്ങനെയാണെന്നുള്ളതാണ് അവിടുത്തേത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, വർഷങ്ങൾക്ക് ശേഷം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയുടെ അനധികൃതമായിട്ടുള്ള ഒരു ആവിർഭാവം കൊണ്ടാണോ, അതോ യൂട്യൂബ് ചാനൽ പോലുള്ള സംഗതികളുടെ ഈ ലൈവ് ടെലികാസ്റ്റുകൾ കൊണ്ടാണോ, ഇനി ചാനലുകളുടെ ഒരു വെറൈറ്റി ചാനലുകൾ മാധ്യമ പ്രവർത്തന രീതി കൊണ്ടാണോ, എന്താണെന്ന് അറിഞ്ഞൂടാ. വിഷയമാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ നാട്ടിലേക്കും ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ കാര്യത്തിലല്ല ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം പെണ്ണു പിടിച്ചു, രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തു, രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ചെയ്തു, ഇത് പറയും തോറും എനിക്ക് തോന്നുന്നു UDF റീച്ച് കൂടിക്കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. അതിനേക്കാളും അപ്പുറം ശബരിമല വിഷയമാണ് വരുന്നത്. ഈ പറയുന്നത് പോലെ ഇപ്പൊ ഈ തലസ്ഥാനത്ത് നമ്മൾ നോക്കിയ ആര്യ രാജേന്ദ്രനെ മുൻനിർത്തിയാണ് ഒരു പക്ഷെ CPM വോട്ട് പിടിക്കണ്ടേ. ആര്യ ഇത്തവണ ഏതെങ്കിലും ഒരു വോട്ട് കൊടുത്തതിന് ഇറങ്ങിയിട്ടുണ്ടോ? CPM തന്നെ പറഞ്ഞു മര്യാദക്ക് വീട്ടിൽ പോയി മൂലെ കുത്തിരിക്കുന്നത് നല്ലേ, പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു. കോഴിക്കോടൊക്കെ തള്ളി കിട്ടുന്നതാണ് ഞാൻ അറിഞ്ഞത്. ആദ്യ ദിനത്തിലൊക്കെ നമ്മള് ആര്യ രാജേന്ദ്രനായിട്ട് സംസാരിച്ച സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നല്ലേ ഉള്ളൂ, അപ്പൊ 2 ദിവസം ഞാൻ സജീവമായിട്ട് എവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഉണ്ട് എന്ന് പറയുമ്പോഴും എവിടെയാണ് എന്നുള്ളത് ജനങ്ങളൊന്നും കണ്ടിട്ടില്ല. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ സൗമ്യമായിട്ടൊന്ന് സംസാരിക്കുന്നത് കണ്ടത്. കാരണം മേയർ പദവിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം കുറച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ എന്ത് പുഞ്ചിരിച്ച് ഒരു യഥാർത്ഥ സാധാരണ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നത് കണ്ടേ. അങ്ങ് അഹങ്കാരം തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് അങ്ങ് ഭരണമായിരുന്നു തലസ്ഥാനത്ത്. എന്തായിരുന്നു ധാർഷ്ട്യം അവരെ ചെന്ന് കാണും. പല ആൾക്കാരുടെ അനുഭവം ഇന്നാണ് നമ്മളൊരു ചർച്ച ചെയ്തപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ അവരെ കാണണമെങ്കിൽ ഇല്ല പറഞ്ഞ ആനയെ അമ്പാരി എഴുന്നള്ളിച്ചാൽ പോലും കണ്ടുകിട്ടാൻ പറ്റത്തില്ല. എന്തോ ഒരു രാജകുമാരിയെ പോലെ തേർവാഴ്ചയായിരുന്നു. എന്നാൽ അതിനൊരു സമാപനമായി. എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ നല്ല അവരുടെ മേയറൂട്ടി 21 വയസ്സുള്ള ലോക പ്രശസ്തയായിട്ടുള്ള മേയറൂട്ടി അത്രയ്ക്ക് എന്തെങ്കിലും ഈ തലസ്ഥാനത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ പ്രചാരണത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടുന്ന വ്യക്തി ആരാണ്? ആര്യ രാജ. എന്തുകൊണ്ടാണ് CPM ഒറ്റ വ്യക്തികളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിയെങ്കിലും മുൻനിരയിൽ നിർത്തിക്കൊണ്ട് അവർക്ക് പ്രചാരണം നടത്താൻ പറ്റുന്നുണ്ടോ? പറ്റുമോ? കഴക്കൂട്ടത്ത് ഞങ്ങളുടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടകംപള്ളിയാണ്. കടകംപള്ളി നിൽക്കല്ലേ എന്നാ പറയുന്നത്. നിത്യ 10 തൊട്ട് താഴോട്ട് പോകും. കടകംപള്ളിയുടെ പേര് പറഞ്ഞ 10 തൊട്ട് താഴോട്ട് പോകും. ആ രീതിയിലാണ്. അപ്പൊ CPM മൊത്തം
അടിപ്പതറി. പിന്നെ ആകെപ്പാട് അവർക്ക് ജയിക്കാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നോക്കിക്കോണം. തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ തൊട്ട് കഴിഞ്ഞ തലേ ദിവസങ്ങളിലാണ് ആ പെൺകുട്ടി മൊഴി കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള ഇത് നിൽക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പെൺകുട്ടി ഇന്ന് നോക്കിക്കോണം, ഇന്ന് പോളിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ അടുത്ത ഇത് വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നു, ആ പെൺകുട്ടിയുടെ ഇത് നടത്തുന്നു. രണ്ടാമത്തെ അതിക്രൂരമായ ബലാത്സംഗം, പീഡനം എന്ന് വേണ്ട എല്ലാം ഇത് ചിലപ്പോൾ ആയിക്കോട്ടെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ജയിലിൽ തന്നെ കിടക്കണം. പക്ഷെ കോൺഗ്രസ് ഇപ്പോഴത്തെ ഒരു തീരുമാനമാണ് ഇപ്പോൾ CPM-നെ കുഴിയിലാക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രശ്നം വന്നപ്പോഴേ കോൺഗ്രസ് നിർണായകമായിട്ടുള്ള തീരുമാനം, സസ്പെൻഷൻ എന്ന് പറഞ്ഞ തീരുമാനം എടുത്തു കഴിഞ്ഞു. രണ്ടാമത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നെ MLA പദവിയിൽ നിന്ന് അവർക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. രണ്ടാമത് ഈ ഒരു വിഷയം വന്നപ്പോൾ കടുപ്പത്തിലേറിയ മറ്റൊരു തീരുമാനം എടുത്തു. അതുപോലെ കോൺഗ്രസ് അതിന്റെ പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഇട്ട് കുത്തുന്ന ആരാണ്? CPM-ന് ഇതേ ഉള്ളൂ കോൺഗ്രസിനെ ഇട്ട് കുത്താൻ. പ്രതിപക്ഷത്തിനെ കുത്താൻ എന്തെങ്കിലും വേണ്ട, ഒന്നുമില്ല. പക്ഷെ പ്രതിപക്ഷത്തിന് കുത്താൻ നിരവധി കാരണങ്ങളുണ്ട്. അത് യഥാർത്ഥ രീതിയിൽ പ്രതിപക്ഷം BJP ഒക്കെ അത് വാളോങ്ങി നിന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം അവർക്ക് കുറച്ചുകൂടിയൊക്കെ ശബരിമല വിഷയം അടക്കം പല വിഷയങ്ങളും കുറച്ചുകൂടെ മുൻനിർത്തിക്കൊണ്ട് ഇതിനെ നേരിടാമായിരുന്നു. ഇനിയിപ്പോ തലസ്ഥാന നഗരത്തിൽ നമ്മുടെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തദ്ദേശ പോരുണ്ട്. കാരണം ഇവിടെ BJP, CPM, കോൺഗ്രസ് ഇങ്ങനെയാണ് നിന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ മുന്നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു CPM, കോൺഗ്രസ് ഒരു രീതി നിന്നെടുത്താണ് പിന്നെ BJP, CPM ഇതിലോട്ട് പോയത്. പക്ഷെ ഇത്തവണ ഇതിനെ ഒരു അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനി CPM-ന് വോട്ട് കുത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് സ്ലീപ്പർ വോട്ടുകൾ പോലും ഒരു പക്ഷേ ഇനി CPM-ന് വോട്ട് കിട്ടത്തില്ല. ഒരു BJP-ക്കും ഒരു ഭാഗം വോട്ട് കുത്തിയിരുന്നു. പക്ഷെ ഇനി അത് നേരെ കോൺഗ്രസിൽ തന്നെ ചെന്നേരാം. അപ്പൊ ഈ പറഞ്ഞോണം പിടിച്ചെടുത്തില്ലെങ്കിലും കോൺഗ്രസിന് നല്ലൊരു ഭൂരിപക്ഷം ഇവിടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത BJP-ആണ്. CPM-ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അവര് ഇത്തരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അവര് ചൂസബിൾ അല്ല. ഒരു എനിക്ക് തോന്നുന്നില്ല അവരുടെ ആ പഴയത് പഞ്ചായത്തുകൾ ഒരു പക്ഷെ കുറെയൊക്കെ നേടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ഈ പറയുന്നോണം കോർപ്പറേഷൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തിരുവനന്തപുരം ചിലപ്പോൾ ഈ പറയുന്ന BJP, UDF അങ്ങനെ ആ രീതിയിലേ പോകത്തുള്ളൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ്, അതായത് ജനങ്ങളുമായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് നേരിട്ട് സംവദിക്കാനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് പഞ്ചായത്തി രാജാണ്. അങ്ങനെ ഒരു സമയത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോ ഇതില് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് BJP-യിലെ ചില നേതാക്കന്മാർ ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപെടൽ എനിക്ക് തോന്നുന്നു UDF കുറെയൊക്കെ ഇപ്പൊ കവടിയാറ്, തിരുമല, പേരുക്കട ഭാഗങ്ങളിലൊക്കെ അനിലിന്റെ ഒക്കെ വിഷയം തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് UDF-ഉം LDF-ഉം പ്രചരണത്തിന്. അപ്പൊ BJP-യുടെ വോട്ടിന്റെ ഒരു ഭൂരിഭാഗം കുറയാൻ സാധ്യതയുണ്ട്. കവടിയാറ്, ശബരിനാഥൊക്കെ നല്ല രീതിയിലുള്ള പ്രചരണമാണ് കാഴ്ച. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്നത് CPM-ന് വോട്ട് പോയില്ലെങ്കിലും UDF, BJP എന്ന് പറഞ്ഞുള്ള ഇതിൽ നിൽക്കുന്നു. പിന്നെ BJP അങ്ങനെ തള്ളിക്കളയാനും പറ്റത്തില്ല. BJP കൃത്യമായിട്ടാണ് പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും നല്ല രീതിയിൽ അവര് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് കൗൺസിലർമാർ BJP-യിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ BJP-ക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലായത്. അതായത് ശ്രീരേഖയെ കൊണ്ടുവരുമ്പോ BJP-ക്ക് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്താണ് ഉണ്ടായത്? ഏറ്റവും നിയമവ്യവസ്ഥകളൊക്കെ അറിയുന്ന ഒരാളാണ്, പക്ഷെ അവർ തന്നെ ആ നിയമം ലംഘിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രീ പോളിംഗ് ലിസ്റ്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. അതായത് തുടക്കത്തിൽ തന്നെ ഒരു പക്ഷെ വിജയിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ശ്രീലേഖ IPS ഒരു രാഷ്ട്രീയക്കാരിയാവാനുള്ള ഇതൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഒരു പെരുമാറ്റ രീതിയും ഞാനും അവരെ ഇടയ്ക്ക് ഇതിന് പോയിരുന്നു. അപ്പം അവർക്ക് അത് എത്രത്തോളം ശോഭയാകും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം കൗൺസിലർ എന്നൊക്കെ പറയുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഉള്ള വാക്ചാതുര്യം അല്ലെങ്കിൽ ആ ഒരു മനസ്സുള്ളവരായിരിക്കണം. ശ്രീലേഖ എപ്പോഴും ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥയാണ്. അപ്പൊ അവർക്ക് ആ രീതിയിൽ അവരുടെ മൈൻഡും അവരുടെ കരിയറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതിൽ നിന്ന് വീണ്ടും ഒരു സാധാരണക്കാരിയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് എത്രമാത്രം ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞു എന്നേ ഇപ്പോൾ ഈ പറയുന്ന പടം പോലുള്ള ചിരിയും ഇതല്ലല്ലോ വേണ്ടുന്നത്. ഇറങ്ങി പ്രവർത്തിക്കണം. നാളെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്കാർക്ക് അവരുടെ വീടിന്റെ മുന്നിൽ ഒരാൾ കൈനീട്ടേണ്ടി അവര് തനി IAS ഉദ്യോഗസ്ഥയുടെ ഇത് പവർ കാണിച്ചുകൊണ്ടിരുന്ന ഒരു പക്ഷെ ജനം വെറുത്തു. ഈ ഒരു ചോദ്യം തുടക്കം മുതൽ തന്നെ ശ്രീലേഖയോട് ചോദിക്കുന്നുണ്ടായിരുന്നു പല മാധ്യമ പ്രവർത്തകരും. എങ്ങനെയാണ് ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് എന്നുള്ളത്. അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ എല്ലാവർക്കും ഒരേപോലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വോട്ട് ചെയ്യാനും ഒക്കെയുള്ള അവകാശമുണ്ട്. നമ്മൾ അതിനെ അംഗീകരിക്കുന്നു, പറഞ്ഞത് ശരിയാണ്. പക്ഷെ
ഇന്നിപ്പോൾ ഞാനിപ്പോ ഒരു പോസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ആ പോസ്റ്റ് കൈവിട്ടു പോയി, ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു എന്ന് അറിഞ്ഞത് മുതൽ ശ്രീലേഖ സൈലന്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അല്ല അവരോട് സംസാരിക്കാൻ വേണ്ടി പോയത്. തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പോളിംഗുകളൊക്കെ നടക്കുന്നത്, എന്താണ് പ്രതീക്ഷ എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ആൾക്ക് സംസാരിക്കാൻ പേടി, കാരണം ഓൾറെഡി എയറിലായി എന്ന് മനസ്സിലായപ്പോൾ സംസാരിക്കാൻ പേടി. അതായത് ഏറ്റവും നിസാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്, ഗുരുതരമായിട്ടുള്ള തെറ്റാണ് എങ്കിൽ പോലും ഏറ്റവും താഴെയുള്ള ഒരു പ്രശ്നമായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും തളരുന്ന അല്ലെങ്കിൽ പേടിച്ച് പിന്മാറുന്ന, സംസാരിക്കാൻ പോലും പേടിക്കുന്ന ഒരാള് ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് ഒരു മാത്രമല്ല ഇനി വല്ല കാലഘട്ടത്തിൽ ഇപ്പം കടക്ക് പുറത്തുനിന്നുള്ള നിലപാടുള്ളവർക്കൊന്നും രാഷ്ട്രീയ ഭാവിയില്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇപ്പോഴത്തെ ഇനിയൊരു ജെൻസി തലമുറ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി രാഷ്ട്രീയക്കാര് ജനങ്ങളുടെ ഇടയിലേക്ക് നന്നായിട്ട് ഇടപെടുന്ന യൂത്തിനൊക്കെയാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയേറെ അപകീർത്തിയും ഇത്രയേറെ ആരോപണം ഇത്രയേറെ ഉണ്ടായിട്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA താങ്ങാൻ സ്ത്രീ ജനങ്ങള്, യുവാക്കള് ഒരുപാട് പേരുണ്ട് അല്ലേ? നമ്മളുടെ തന്നെ കമന്റുകൾ നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. എന്തുകൊണ്ടാണ് രാഹുൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിലേക്ക്, അതായത് ഷാഫിക്കൊക്കെ അത്തരത്തിൽ പറ്റുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും അവരെ എങ്ങനെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവും ഒരു വൈഭവം ഉണ്ട്. ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതാണ് കുറച്ചുകൂടി വേണ്ടുന്നത്. അല്ലാതെ ഇല്ല കസേരയിൽ ചെന്നിരുന്നിട്ട് ഓർഡർ കൊടുക്കുന്ന മന്ത്രി ആവാതിരിക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലണം എന്നുള്ളത് ആദ്യം പഠിക്കുക. ഇപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പലരും വെറുക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഈ കടക്ക് പുറത്തുനിന്നുള്ള നിലപാടാണ്. അദ്ദേഹം ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ അപൂർവമായിട്ടുള്ള കാര്യം. ഇനിയുള്ള കാലഘട്ടം അതൊക്കെ മാറിക്കഴിഞ്ഞു. ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ്, ഒരു സാധാരണ വ്യക്തി മാത്രമാണ്. അവിടെ ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, ബഹുമാനം നമുക്കുണ്ട്. പക്ഷെ എന്ന് വെച്ച് അങ്ങ് സംസ്ഥാനത്തിന് മുഴുവൻ അധികാരത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാജാവായിട്ടൊന്നും നമ്മൾ നീണാൾ വാഴിക്കത്തില്ല. ഒരു ഇത്ര കാലയളവ് വരെ നമ്മൾ കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്, അത് നമ്മളെ സേവിക്കാൻ. അതായത് കൃത്യമായിട്ടുള്ള ഫണ്ട് വേണ്ടുന്ന രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് ഒരു ജനപ്രതിനിധി. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിനുള്ള ബുദ്ധിയിലാണ് ഓരോ രാഷ്ട്രീയ നേതാവും വിജയിക്കുന്നത്. അത് പലരും അതിനകത്ത് നിന്ന് അഴിമതി കാണിച്ച് സ്പ്ലിറ്റ് ആക്കുമ്പോഴാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പാർട്ടിയുടെ അധപതനം തുടരുന്നത്. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളെ ഒരു എന്താ പറയാ ഒന്നുമില്ലാണ്ട് ലാഭേച്ഛയില്ലാണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഓരോ രാഷ്ട്രീയ നേതാവിനും പിടിച്ചിരിക്കാൻ പറ്റും. അല്ലാതെ ഈ പറയുന്ന IAS പദവി അങ്ങോട്ട് മാറ്റിവെച്ച് ശ്രീലേഖ എന്ന് പറയുന്ന IPS പദവി മാറ്റി വെച്ചിട്ട് വെറും ശ്രീലേഖയായിട്ട് വന്നാൽ ചിലപ്പോൾ ജനം സ്വീകരിക്കും. അല്ലാതെ IPS പദവിയുടെ തലക്കനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നേതാവിനെ ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. അത് ഇന്നത്തെ കുറേയൊക്കെ നേതാക്കന്മാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മളിപ്പോ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എത്രമാത്രം സ്വാധീനിക്കുന്നു, ഒരു തരത്തിലും സ്വാധീനിക്കത്തില്ല. UDF വേണ്ടുന്ന എനിക്ക് തോന്നുന്നു 2-3 കോർപ്പറേഷനുകൾ UDF ഇത്തവണ അടിച്ചു മാറ്റും. അതുപോലെ തന്നെ UDF ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാഹുൽ വിഷയത്തിൽ UDF എടുത്ത നിലപാടാണ്. അത് ഒരു പക്ഷേ UDF പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചടിയായിട്ട് വന്ന CPM-നാണ്. CPM മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. ഒരാളുടെ നമുക്കൊരു തെറ്റുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിമർശിക്കാം. പക്ഷെ ഒരു വ്യക്തിയെ മൊത്തത്തിൽ വലിച്ചു കീറുന്ന തരത്തിലാക്കുമ്പോൾ ജനത്തിന് അവിടെ ഒരു സംശയം വരും, ജനത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കൺഫ്യൂഷനാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യാഘാതം CPM-ന് വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം CPM വല്ലാണ്ട് അത് ആ വിഷയം വികൃതമാക്കി. അത് വികൃതമാക്കാൻ കാരണം എന്താണ്? 2-3 എണ്ണം ജയിലിൽ ഇപ്പം കിടപ്പുണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ ആൾക്കാർ ഇപ്പോഴും ജയിലിൽ കിടന്നിട്ട് പോലും ഒരു സസ്പെൻഷൻ പോയിട്ട് ഒരു താക്കീത് പോലും നൽകാൻ അവർ തയ്യാറല്ല. എന്നിട്ടാണ് മറുഭാഗത്തെ ആളിനെ തപ്പി ഇപ്പൊ SIT നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ജനത്തിന് ഒരാളുടെ സ്വകാര്യതയിലെ പെൺവിഷയമല്ല പ്രധാനം. ജനത്തിന്റെ പൊതുമുതൽ കട്ടെടുത്തവരാണ് ജനത്തിന് ഏറ്റവും അധികം. അല്ലാതെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹബന്ധത്തിലായി, അവര് തമ്മിൽ തർക്കത്തിലായി, അവസാനം ഇതായി, അതൊക്കെ അവരുടെ സ്വകാര്യ ജീവിതമാണ്. പക്ഷെ അത് വെളിയിൽ വന്നത് ആ പെൺകുട്ടി പരാതി കൊടുത്തത് കൊണ്ടാണ് അത് പബ്ലിക് വിഷയമായിട്ട് മാറിയത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം കേരളത്തെ കട്ടുമുടിപ്പിക്കാനോ അയ്യപ്പന്റെ സ്വർണം കക്കാനോ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് അതൊരു വലിയ വിഷയമല്ല. ഇവിടെ ഈ LDF ഒരു നിലപാടുണ്ട്. അതായത് അതിജീവിതയ്ക്ക് ഒപ്പം എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കുറ്റവിമുക്തനാക്കുന്ന ഒരു വിധി വരുന്ന സമയത്ത് പോലും LDF തീരുമാനിച്ചിരിക്കുന്നത് അതിജീവിതയ്ക്കൊപ്പം മുന്നോട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോസിക്യൂട്ടർ പോലും ഇല്ല.
നല്ലൊരു പ്രോസിക്യൂട്ടർ പോലുമല്ല. കൃത്യമായ തെളിവുകൾ കൊടുക്കാൻ ഈ പിണറായി സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ, ഈ പോലീസും ഇത്രയും സന്നാഹങ്ങളും സിനിമാ സംഘടനകളും എല്ലാം ഒരു പെൺകുട്ടിയോടൊപ്പം ഇന്നപ്പോഴും ഒരാൾ ഒറ്റപ്പെട്ട നിലയിലല്ലേ ദിലീപ് ഈ കേസ് നടത്തിയത്, ഒരു വക്കീലിന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ ഇത്രയും അതിജീവിതയുടെ കൂടെ ഉണ്ടായിട്ടും അവർ ഇപ്പോഴും ദിലീപിനെ സംശയിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് തെളിയിക്കപ്പെടാതെ പോയി? തെളിവുകളില്ല, ഗൂഢാലോചന നടന്നേണ്ടിയില്ല. അപ്പോൾ പൾസർ സുനി എന്തിന്റെ ഇതിലാണ് അതിജീവിതയോട് ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ചത്, പെൺകുട്ടിയോട് കാണിച്ചത്? അപ്പൊ ഈ പൾസർ സുനിയുടെ ഇത് വന്നപ്പോഴേക്കും പൾസർ സുനി ഇട്ടുകൊടുത്ത ലിങ്ക് ദിലീപിലേക്കാണ്, മനഃപൂർവ്വം ഇട്ടുകൊടുത്ത ലിങ്കായിട്ട് ഫീൽ ചെയ്യുന്നത്. ലെറ്റർ എഴുതുക, മറ്റേ ഫോണിൽ മെസ്സേജ് ഇടുക, അത് ആർക്കും ചെയ്യാന്നില്ല. നാളെ മുഖ്യമന്ത്രിക്ക് സുനി അയച്ചാൽ എന്തായിരിക്കും? സുനി മുഖ്യമന്ത്രിയായിട്ട് ഇതാണെന്ന് പറയുന്നത്. അപ്പൊ അത് മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്നതായിട്ട് കോടതിക്ക് ഒരു പക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കോടികളുടെ കൊട്ടേഷൻ കൊടുത്തിട്ട് 30,000 രൂപയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1,00,000 രൂപയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് സിനിമാ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അയാൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ പണ്ടപ്പോഴോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ അത് ഇതുമായിട്ട് ഒരിക്കലും ലിങ്ക്, അത് ഇതിന് മുമ്പെയാണ് ട്രാൻസ്ഫർ ചെയ്തത്, ഇതിന് ശേഷവും അല്ല. അപ്പൊ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യത്തില് ആദ്യമേ തന്നെ ഗൂഢാലോചന നേരെ ദിലീപിലേക്ക് പോയി. ഈ ദിലീപിലേക്ക് പോയ സമയത്ത് പൾസർ സുനി ഇരുത്തി അവനെ ഇല്ല പറഞ്ഞോണം പോലീസിന് നല്ല രീതിയിൽ ചോദ്യം ചെയ്തതിന് ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും പുറത്തു വന്നേനെ. ഒരു പക്ഷെ ദിലീപ് അല്ല, ദിലീപ് ആണെന്ന് ഒരു വിഭാഗം പറയുന്നു. ഞാൻ പറയുന്നത്, ഞാൻ കോടതിയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്റെ നീതിപീഠത്തെ ഞാൻ വിശ്വസിക്കുന്നു, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു, ആ വിധിയെ ഞാൻ ബഹുമാനിക്കുന്നു. ആ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് സെഷൻ കോടതി. ഇനി ഹൈക്കോടതി കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. തെളിവില്ലാത്തത് കൊണ്ട് ദിലീപിനെ വെറുതെ അല്ല, കുറ്റക്കാരനാണോ അല്ലയോ എന്നതിന്റെ ഫൈൻഡിങ് ഇതുവരെ വന്നിട്ടില്ല. അവിടെയാണ് ഒരു ക്ലാരിറ്റി ഉള്ളത്. ഇവിടെ തെളിവില്ലാത്ത കോടതി വെറുതെ വിട്ടു എന്ന് കൃത്യമായിട്ട് ഇന്നലെ സെഷൻ കോടതിയിൽ വന്നു. ഇനി അത് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോയി അവിടുത്തെ വിധി ട്വിസ്റ്റ് ചെയ്താൽ മാത്രമേ കുറ്റക്കാരൻ ആണോ എന്നുള്ളത് അറിയാൻ പറ്റൂ. പക്ഷെ സെഷൻ കോടതിയുടെ വിധി കൃത്യമായിട്ട് വന്നു കഴിഞ്ഞു. ഇതിൽ തെളിവില്ല, ഗൂഢാലോചന ദിലീപിന് പങ്കില്ല എന്നുള്ള. അങ്കേ ദിലീപ് കുറ്റമുക്തനായി കഴിഞ്ഞു. അപ്പൊ അവിടെ തെളിവ് എന്തുകൊണ്ടാണ് കിട്ടി? ഇത്രയും സന്നാഹങ്ങൾ ഒരു ഭാഗത്തുണ്ടായിട്ടും ഇയാളിൽ നിന്ന് ഒരു തെളിവ് പോലും കോടതിക്ക് സമർപ്പിക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പൊ ആരുടെ കഴിവുകേടാണ്? ഈ അതിജീവിതയോടൊപ്പം എന്ന് പറഞ്ഞാൽ ഈ പിണറായി സർക്കാരിന്റെ കഴിവുകേട് തന്നെയല്ലേ? ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴിവുകേടല്ലേ? പ്രോസിക്യൂഷന്റെ കഴിവുകേടല്ലേ? അതിന് ഈ പറഞ്ഞ കോടതി ജഡ്ജിയെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? തെളിവുകളാണ് കോടതിക്ക് വേണ്ടുന്നത്, അല്ലാതെ ഒരു പക്ഷത്ത് മാത്രമല്ല ഇരുപക്ഷമാണ് കോടതി കേൾക്കുന്നത്. അത് ഒരാൾ ശരിക്കും പ്രതിയാണെങ്കിലും അല്ലെങ്കിലും. ഈ പറയുന്നത് പോലെ ദിലീപ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ഇവർക്ക് ദിലീപിനെ കൊടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയത്, ഇവിടെ ദിലീപിലേക്ക് പോയ ഈ ഒരു അന്വേഷണം നേരെ പൾസർ സുനിയിലോട്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടെത്താമാനും. എന്തുകൊണ്ടാണ് ദിലീപ് ഇനി സ്ട്രോങ് ആയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതെന്ന് ഇനി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്നുള്ള ദിലീപ് കണ്ടെത്തണം. ഞാൻ പറയുന്ന 9 വർഷം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇനി കണ്ടെത്തേണ്ടതായിട്ട്, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തേണ്ടതായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ദിലീപ് സുപ്രീം കോടതി പോയി ഇതിന്റെ പിന്നിൽ ആരാന്ന് കണ്ടെത്തട്ടെ. കാരണം അങ്ങനെയെങ്കിലും ഇനി മാധ്യമ വിചാരണയിൽ നിന്ന് ആള് രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ മേക്കൊന്നും ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ 9 വർഷം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ അനുഭവിച്ച ഒരു ആ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെയും നാളെ സുപ്രീം കോടതിയിൽ അത് വരുമല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ, ജനം, ഈ പറയുന്ന ആൾക്കാർ, ഇന്നിപ്പോ ഭാഗ്യലക്ഷ്മി, FK രാജു, ഈ പറയുന്ന എല്ലാവരും ഒരു മനുഷ്യനെ വെറുതെ ക്രൂശിക്കുകയല്ലേ ചെയ്ത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും കിടപ്പുണ്ടല്ലോ. ഇനി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യപ്പെടുത്താൻ ദിലീപ് ഇനിയും സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് വരട്ടെ, അതുവരെ നമുക്ക് ആ വ്യക്തി അങ്ങനെയാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഈ പറയുന്നത് പോലെ കോടതിയുടെ രാഹുൽ അവസാനമായിട്ടൊരു പോസ്റ്റ് എന്താണ്? ഞാൻ നീതിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ തെളിയിക്കുക തന്നെയാണ്. തെളിയിക്കട്ടെ. കാരണം ഒരു പക്ഷം മാത്രം, പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് ചേരുന്ന പണികളൊന്നും അല്ല ഇത്. അത് വേറൊരു പക്ഷം. കാരണം ഒരിക്കലും ഒരു പെൺവിഷയത്തെ ആകപ്പെടാതിരിക്കുക. രാഷ്ട്രീയ നേതാവുമ്പോൾ അതിന്റേതായ രീതി, ഇനി എത്ര ഉഭയകക്ഷി വിഷയത്തിൽ ഇടപെടുന്നു എന്നതിനേക്കാളും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ കുറ്റക്കാരനാക്കുന്നത് ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ചു എന്ന ഒറ്റ കാര്യമാണ്. അത് നമുക്ക് മാറ്റി നിർത്താം. എന്തായാലും ഇപ്പോ തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഏത് രീതിയിൽ വിഷയവുമായിട്ട് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരിക്കലും തെരഞ്ഞെടുപ്പില് UDF-ന് ഒരു ഇതായിട്ട് വരത്തില്ല. പക്ഷെ മറുഭാഗത്ത് അത് വല്ലാണ്ട് പ്രതിഫലിക്കുന്നുണ്ട്. കാരണം പലയിടങ്ങളിലും, ഞാൻ ഇപ്പൊ അറിയുന്നത് പലയിടങ്ങളിലും ചെന്ന് വോട്ട് തേടുമ്പോൾ അത് രാഹുൽ അയാളെ മനഃപൂർവ്വം പെൺവിഷയത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്
പുറമെ. കാരണം ഇനിയിപ്പോ പെൺവിഷയം എന്ന് പറയുന്ന ഒരു സംഗതി അത്ര അങ്ങ് രാഷ്ട്രീയത്തിലൊന്നും എഫക്ട് ചെയ്യത്തില്ല. അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ അതിന്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചരിത്രം പരിശോധിച്ച് എത്ര പേര് ഇന്ന് മന്ത്രി തലത്തിൽ ഇരിക്കുന്നു, അവരെയൊക്കെ ജനം വോട്ട് ചെയ്തല്ലേ പിന്നീട് ജയിപ്പിച്ചേ. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോഴും കേസ് നടത്തുന്നവരാണ്. അത് കോൺഗ്രസിലാണെങ്കിലും CPM-ലും ഉണ്ട് അല്ലേ. അവരെ ജനം എന്തോ പൊട്ടന്മാരാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അപ്പം ഒരിക്കലും പെൺവിഷയങ്ങളോ ലൈംഗിക ആരോപണ വിഷയങ്ങളോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനം. പക്ഷെ അതിനപ്പുറം ശബരിമല പോലുള്ള പൊതുജന വിഷയങ്ങൾ, പല അഴിമതികളും, ഈ മാസപ്പടി, ലാവ്ലി, ഈ പറയുന്ന പല വിഷയങ്ങളും ഇപ്പോൾ PM ശ്രീ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഒരുപക്ഷെ CPM-ന് തിരിച്ചടിയുണ്ട്. അത് തിരിച്ചടി ചെയ്യുക തന്നെയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടത്തെക്കാളും കോൺഗ്രസ് കുറച്ചുകൂടി ഒരു പടി കൂടി മുന്നേ എറിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളും നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയും. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിട്ടയില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയമാണ് കഴിഞ്ഞ തവണയൊക്കെ UDF നടത്തിയത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. അവര് ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ തന്നെയാണ് ഓരോന്ന് നിർത്തിയിട്ടുള്ളത്, ഓരോ സ്ഥാനാർത്ഥികൾ. അതെല്ലാം തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ഒരു വാക്ക് LDF നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു IFFK അതിന്റെ പ്രീ സ്ക്രീനിങ്ങിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതേപോലെ ഒരു അതിജീവിത അവിടെയും ഉണ്ട്, പക്ഷെ അവരെ കുറിച്ച് ഒരു വാക്ക് ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള LDF നേതാക്കന്മാരുടെ വാക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് കണ്ടറിയണം. ജനങ്ങൾ എന്തായാലും ഇന്ന് വിധിയെ എഴുതുകയാണ്.